പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഉപവസിക്കുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ നോമ്പെടുക്കുന്നത് ശരിയായ രീതിയിലാണോ, ഇങ്ങനെയാണോ ഉപവസിക്കേണ്ടത്, ഇങ്ങനെ ഉപവസിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, അല്ലെ എൻ്റെ ഉപവാസം സ്വീകരിക്കുമോ എന്ന് ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചിന്തയാണ്. ഇതിന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ഉത്തരം പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയ ഈ ചോദ്യം, അതായത് എൻ്റെ ഉപവാസം ശരിയാണോ, എൻ്റെ നോമ്പ് ശരിയാണോ എന്ന് നമുക്ക് തോന്നിയ ആ ചോദ്യം, ഇതേ ചോദ്യം കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് മനുഷ്യൻ ചോദിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ മനുഷ്യൻ ദൈവത്തോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് ശ്രദ്ധിക്കുന്നില്ലല്ലോ? ഉപവസിച്ച് കഴിഞ്ഞിട്ട് ഫലമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ജനങ്ങൾ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ ദൈവം ഇതിന് വ്യക്തമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഏശയ്യാ 58:4. എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങൾ വേലക്കാരെ പീഡിപ്പിക്കുന്നു, കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവൻ എളിമപ്പെടുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരം വിതറിക്കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നു, ഞങ്ങൾ ഉപവസിച്ചിട്ട് നീ എന്തേ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന്. അപ്പോൾ ദൈവം അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തു, നിങ്ങൾ ഉപവസിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഉപവാസത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്താണ് ഉപവാസമെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഉപം എന്നാൽ അടുത്ത്, വാസം എന്ന് പറഞ്ഞാൽ വസിക്കുക. ദൈവത്തോട് അടുത്ത് വസിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ പലപ്പോഴും ഉപവാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നും പോകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഉപവാസമായി തീരാത്തതും അത് ദൈവത്തിന് സ്വീകാര്യമായി തീരാതെ വരുന്നതും. നമുക്കറിയാം, ദൈവത്തോട് അടുത്ത് വസിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. അതിൻ്റെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ 40 രാവും 40 പകലും കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 40 രാവും 40 പകലും അവൻ ഭക്ഷിക്കാതെ ഇരുന്നു. മാത്രമല്ല, അവൻ ദൈവത്തോട് കൂടെ വസിച്ചു. പലപ്പോഴും നമ്മൾ ഭക്ഷിക്കാതെ ഇരിക്കുന്നു. നമ്മൾ പലപ്പോഴും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ ആഹാരം കഴിക്കുന്നു. പക്ഷെ നമ്മൾ എത്ര പേര് ദൈവത്തോട് അടുത്ത് വസിക്കുന്നുണ്ട്? ഇവിടെ 40 രാവും 40 പകലും മോശ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിലും അവൻ ദൈവത്തോട് അടുത്ത് വസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഉപവാസം, ദൈവത്തോട് അടുത്ത് വസിക്കുക എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചെലവഴിച്ചു. അപ്പൊ നോക്കിയേ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ചെലവഴിച്ചു, ദൈവത്തോട് കൂടെ വസിച്ചു. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥത്തിൽ ഉപവാസമാകുന്നത്. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രം അതൊരിക്കലും ഒരു ഉപവാസത്തിൽ ചെന്നെത്തുകയില്ല. ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും
ഒപ്പം നമ്മൾ ദൈവത്തോട് ഒപ്പം വസിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് യാക്കോബ് 4:8 നമ്മൾ വായിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന്. ആ ചേർന്ന് നിൽപ്പാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ വിനീതനാക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ അത് നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെറുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. അപ്പോൾ കീറേണ്ടത് എവിടെയാണ്? നമ്മുടെ വസ്ത്രമല്ല. അതായത് നമ്മൾ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളല്ല കാണിക്കേണ്ടത്, പകരം നമ്മുടെ ഹൃദയമാണ് പുതുക്കം പ്രാപിക്കേണ്ടത്. നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടതെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായി നമ്മൾ ദൈവസന്നിധിയിൽ വിനീതരായി തീരുക ഉപവാസത്തിലെ ആദ്യം എടുക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഉപവാസം പ്രകടനമായി തീരരുത് എന്ന്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യമറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നോക്കിക്കേ, നമ്മളുടെ ഉപവാസം ഒരു പ്രകടനമായി മാറരുത് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി നമുക്കുണ്ടായിരിക്കണം. അത് പ്രകടനമായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത് നമ്മുടെ ഉപവാസം. മൂന്നാമതായി ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, ഉപവാസത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു, നമ്മൾ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ചു, വെജിറ്റേറിയൻ മാത്രം കഴിച്ചു, എന്നാൽ പ്രാർത്ഥനയില്ലെങ്കിൽ അത് യഥാർത്ഥ ഉപവാസമായി തീരുകയില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചു, ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമേ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ദാനിയേലിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചു. പക്ഷെ ആ സമയം അവൻ എന്ത് ചെയ്തു? ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന നിരതരായിരിക്കുക. ഉപവാസത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥനയുണ്ടായിരിക്കണം. നാലാമതായി നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്, കാത്തിരിക്കുന്നവരാകുക. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഉപവസിച്ച് കാത്തിരിക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ അന്നായുടെ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ക്രിസ്തുവിനെ കാണാൻ വേണ്ടി ദേവാലയത്തിൽ ഉപവസിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന വ്യക്തിയാണ് അന്ന. ആ അന്നയ്ക്ക് ദൈവത്തെ കാണാൻ സാധിച്ചു. എങ്ങനെ? ഉപവാസത്തോടൊപ്പം ദൈവത്തെ കാത്തിരുന്നു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. കണ്ടോ? അങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അന്ന കാലങ്ങളോളം കഴിഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിനെ തൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒപ്പം നമുക്കുണ്ടായിരിക്കണം കാത്തിരിപ്പൂടെ. വീണ്ടും ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഉപവസിക്കുമ്പോൾ വചനം ധ്യാനിക്കുന്നവരും വായിക്കുന്നവരുമായി തീരണം. നമ്മൾ എത്ര പേര് ഉപവസിക്കുമ്പോൾ ദൈവവചനം വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്? നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ ജനതകളിൽ നിന്ന് വേർതിരിക്കുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്തു.
കൂടാതെ ദിവസത്തിൻ്റെ 1/4 ഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും 1/4 ഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുകയും അവർ ചെലവഴിച്ചു. നോക്കിക്കേ, ഉപവസിച്ചു. ഒപ്പോൾ ആ സമയങ്ങളിൽ അവർ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ നാം ഉപവസിക്കുന്ന സമയങ്ങളിൽ, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന സമയങ്ങളിൽ, മത്സ്യമാംസ്യങ്ങൾ ഉപേക്ഷിക്കുന്ന സമയങ്ങളിൽ അതോടൊപ്പം നമുക്കുണ്ടായിരിക്കണം എന്താണ്? തിരുവചന വായനയും ധ്യാനവും. ഉപവാസത്തോടൊപ്പം നമുക്കുണ്ടായിരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് തിന്മ നമ്മൾ വെറുക്കണം. ജെറമിയ 14 അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത്, കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ടാണ് അവർ കർത്താവിനെ സ്വീകാര്യരല്ല. ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട. അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല. അവരുടെ ദഹനബലിയും ദാനബലിയും സ്വീകരിക്കുകയില്ല. ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാലും തിന്മകൾ നമ്മൾ വെറുക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. അതാണ് ജെറമിയ 14:10 മുതൽ 12 വരെയുള്ള തിരുവചനം ഓർമ്മപ്പെടുത്തിയത്. എന്താണ്? ഉപവാസത്തോടൊപ്പം നമ്മൾ തിന്മ വെറുക്കുന്നവരായിരിക്കണം. ഇനി ഉപവാസത്തോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് ദാനധർമ്മം ചെയ്യുന്നവരാകുക. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിന്റെ 30 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ കൊർണോലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, അവന്റെ പ്രാർത്ഥനയും അവന്റെ ഉപവാസവും ഒക്കെ ദൈവസന്നിധിയിൽ എത്തിയതായി. അവൻ അത്രയേറെ ദാനധർമ്മിയായിരുന്നു. അവനുള്ളതിൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്ത് അവന്റെ ഉപവാസത്തോടൊപ്പം ചെലവഴിച്ച വ്യക്തിയായിരുന്നു. കൊർണോലിയോസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്തെ വീട്ടിൽ വെച്ച് ഞാൻ 9-ാം മണിക്കൂറിൽ പ്രാർത്ഥന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തിളക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, കൊർണോലിയോസേ, ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥന എത്തുകയും ദൈവം നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉപവാസത്തോടൊപ്പം ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ അനുസ്മരിക്കപ്പെടുന്ന ഒന്നാണെന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ എത്ര പേര് നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നത് ഇല്ലാത്ത മനുഷ്യർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഭക്ഷണം ഇല്ലാത്ത മനുഷ്യർക്ക് നമ്മൾ എത്ര പേര് ഭക്ഷണം കൊടുക്കാറുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ എത്ര പേർക്ക് വസ്ത്രം കൊടുക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ദാനധർമ്മം ഉപവാസ സമയങ്ങളിൽ വലിയൊരു നന്മ പ്രവൃത്തിയാണ്. വീണ്ടും നമ്മൾ ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്വയം പ്രശംസിക്കാതിരിക്കുക. നമ്മൾ ഉപവസിക്കുമ്പോൾ സ്വയം നമ്മളെ തന്നെ പുകഴ്ത്തി പ്രശംസിക്കാതിരിക്കണമെന്ന് ലൂക്കാസ് വിശേഷം 18-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ 2 പേര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ ഒരാളെ സ്വയം പ്രശംസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫാരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫാരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 മാസം ഉപവസിക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവർ ഫാരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ ഫാരിസേയൻ ഉപവസിക്കുകയും എല്ലാം ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ അവൻ അവനെ തന്നെ ഉയർത്തുകയും സ്വയം അഹങ്കരിക്കുകയും ചെയ്തപ്പോൾ അവിടെ എളിമപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിച്ചതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ജീവിതത്തിൽ ഉപവസിക്കുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക, സ്വയം പ്രശംസിക്കാതിരിക്കുക. ഇനി ഉപവാസം എന്തിനു വേണ്ടി എപ്പോഴൊക്കെ നമ്മൾ എടുക്കണം? പലപ്പോഴും നമ്മൾ ഉപവസിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആവശ്യ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ
നമ്മൾ ഉപവസിക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എപ്പോഴൊക്കെ എടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഉപവസിച്ച് വേണം എടുക്കാനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എസ്തേർ. എസ്തേർ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന് ശേഷമാണ് ആ തീരുമാനം എടുത്തതെന്ന് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ പോയി സൂസയിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദെഖായി ചെയ്തു. പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് എസ്തേർ തൻ്റെ കൂടെയുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താണ്? നിങ്ങൾ രാവും പകലും പ്രാർത്ഥനയിലായിരിക്കണം, പകരം ഉപവസിക്കുകയും ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കണം. നമ്മൾ ആരെങ്കിലും നമുക്കുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴെങ്കിലും ഉപവസിച്ചിട്ടുണ്ടോ? എന്നാൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്കുള്ളത് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഉപവസിക്കണമെന്ന്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത് എപ്പോഴാണ്? നമുക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ്. ഇവിടെ വചനം ഓർമ്മപ്പെടുത്തുന്നു, തങ്ങൾക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർ ഉപവസിച്ചു എന്ന്. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടല്ല ഇവർ ഉപവസിച്ചത്, പിന്നെയോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവർ ഉപവസിച്ചതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും നമ്മളെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ എത്താൻ ഉപവാസം നമുക്ക് ഉപകാരമായി തീരും. അപ്പോൾ ഉപവസിക്കുക, യഥാർത്ഥമായി ഉപവസിച്ചാൽ നമ്മുടെ കാതുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം വന്നെത്തുമെന്ന് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗാർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കുറേനക്കാരനായ ലൂസിയോസ്, സമാന്തര രാജാവായ ഹെറോദിനോടുകൂടെ വളർന്ന മനയൻ, സാവൂൾ എന്നവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസവും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. നോക്കിക്കേ, അവിടെ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അപ്പസ്തോലന്മാർക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. നമ്മളും യഥാർത്ഥമായി ഉപവസിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ വന്നെത്തും. വീണ്ടും നമ്മളെ യഥാർത്ഥ ഉപവാസം ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപവാസം എടുക്കേണ്ടത്, ഉപവസിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യണമെന്ന് തിരുവചനത്തിൽ ഏഷ്യ 58:6-7 തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങൾ ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം അതാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം. എന്നാൽ നമ്മൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നഗ്നനെ ഉടുപ്പിക്കാറുണ്ടോ? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കാറുണ്ടോ? ഭവനരഹിതനെ വീട്ടിൽ വിളിക്കാറുണ്ടോ? നമ്മുടെ നുകത്തിൻ്റെ കെട്ടുകൾ എല്ലാം നമ്മൾ അഴിക്കാറുണ്ടോ? ഇതൊന്നും ചെയ്യാറ് പലപ്പോഴും ഭാഗികമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ
നമ്മൾ ഉപവസിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം നീ സ്വീകരിച്ചില്ല. സ്നേഹമുള്ളവരെ, വീണ്ടും നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ഉപവസിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? ഏഷ്യ 58:8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്റെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പറ്റാത്ത നീരുറവയും പോലെയാകും നീ. നോക്കിക്കേ, നമ്മൾ യഥാർത്ഥമായി ഉപവസിച്ചാൽ, നമ്മൾ വിളിച്ചാൽ ദൈവം വിളി കേൾക്കും. നമ്മുടെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഉപവാസം. ഉപവസിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതല്ലാതെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമോ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രമോ, ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് മാത്രമോ നമ്മുടെ ജീവിതത്തിൽ ഇത് ഈ പറഞ്ഞ കേട്ടതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ ചോദിച്ചതുപോലെ നമ്മളും ചോദിക്കും, ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? ഞങ്ങൾ എന്തിനു എളിമപ്പെടുത്തി? ഞങ്ങൾ ഇത്രയും ദിവസം ചെയ്തിട്ടും നീ എന്തേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനു വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ഉപവസിച്ചത്. ഞാൻ പറഞ്ഞതുപോലെയാണോ? ചിന്തിച്ചു നോക്കുക. ഈ ഉപവാസ നാളുകളിൽ, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞ ഈ തിരുവചന അടിസ്ഥാനത്തിലാണോ നമ്മൾ ഓരോരുത്തരും ഉപവസിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.